ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സ്നേഹക്കൂട്ട് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രൊമോയില് നമ്മുടെ പല്ലവിയും സേതുവും കൂടെ നമ്മുടെ പ്രതാപനെ വെല്ലുവിളിക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രതാപന്റെ അടുത്ത് നമ്മുടെ സേതു പറയുന്നുണ്ട്, പല്ലവി ഇന്ദ്രനെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ പല്ലവി ഈ ഒരു വിവാഹത്തിന് പങ്കെടുക്കുകയുള്ളൂ എന്ന് നമ്മുടെ സേതു പറയുമ്പോൾ ഒപ്പം തന്നെ നമ്മുടെ പല്ലവിയും പറയുന്നുണ്ട് കേട്ടോ, അതെ സേതുവേട്ടൻ പറഞ്ഞതാണ് ശരി, ഞാനൊന്നും ഇന്ദ്രനെ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ സാധിച്ചാൽ മാത്രമേ ഞാൻ ആ പന്തലിലേക്ക് പോലും വരികയുള്ളൂ. നമ്മുടെ പല്ലവിയും നമ്മുടെ പ്രതാപന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയില് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഇന്ദ്രനും നമ്മുടെ നിഖിലും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിഖില് പറയുന്നുണ്ട്, എന്റെ പൊന്നളിയാ, ഇനി കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം കല്യാണമാണ് വരുന്നത്, കല്യാണത്തിന്റെ ഇടയിൽ അലമ്പൊന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രന്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ഇന്ദ്രൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നിഖില് 2-3 ദിവസത്തേക്ക് ലീവ് എടുത്തു എന്ന് പറയാട്ടോ. 2-3 ദിവസം കഴിഞ്ഞായിരിക്കും നമ്മുടെ ഇന്ദ്രന്റെ പ്ലാനൊക്കെ നമ്മുടെ നിഖില് വഴി നടപ്പാകാൻ പോകുന്നത്. അപ്പൊ എന്തായാലും 2-3 ദിവസത്തേക്ക് ലീവാട്ടോ. അങ്ങനത്തെ രംഗോട്ടോ. അല്ലാതെ പിന്നെ എന്ത് പറയാനാ. പിന്നെ അപ്പുറത്ത് നമ്മുടെ രാജലക്ഷ്മി പോലീസിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഹും, അവളെ നിങ്ങൾ വെറുതെ വിട്ടില്ല, അവളെ വധശ്രമത്തിന് നിങ്ങൾക്ക് കേസെടുക്കാൻ മാറുന്നല്ലോ, നിങ്ങൾ എന്തേ അത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോലീസിനെതിരെ ഭയങ്കര ഭീഷണിയാണ്. അപ്പൊ പോലീസ് പറയുന്നുണ്ട്, നിങ്ങളെന്താ ഞങ്ങളെ വന്ന് ഭീഷണിപ്പെടുത്തുവാണോ എന്നൊക്കെ ഇങ്ങനെ വന്ന് ചോദിക്കുന്ന ഒരു നിമിഷങ്ങളും തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയില് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ പല്ലവിയും സേതുവും രണ്ടും കൽപ്പിച്ചാട്ടോ നമ്മുടെ ഇന്ദ്രനെ എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇന്ദ്രനെ എങ്ങനെയെങ്കിലും പൊക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ നമ്മുടെ സേതുവിനും പല്ലവിക്കും ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം. പോരാത്തതിന് നമ്മുടെ അച്ഛന്റെ വിവാഹം അതും എന്തായി തീരും. നമ്മുടെ നിഖിലിനെ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ അച്ഛന് ഇഷ്ടം നമ്മുടെ ഹരിയാണ് അല്ലെ. അപ്പൊ ആ ഒരു വിവാഹവും എന്തായി തീരും എന്നുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ഇനി സ്നേഹക്കൂട്ടില് ഇങ്ങനെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.